വരുന്നുണ്ട് ഗൈസ്. ഊട്ടോളി രാമൻ എഴുന്നള്ളിപ്പിനായിട്ട് അണിഞ്ഞൊരുങ്ങുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. കുർമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവത്തിലാണ് അമ്പലത്തിലുള്ള ഊട്ടോളി രാമൻ എഴുന്നള്ളി വരുന്ന രംഗമാണ്. Receive 300 rupees on Google Pay for business. നമ്മൾ മനുഷ്യർ ഉത്സവത്തിന് അണിഞ്ഞൊരുങ്ങുന്ന പോലെ തന്നെയാണ് ആനയ്ക്കും ഒരു അണിഞ്ഞൊരുക്കമുണ്ട്. മറ്റൊരു ആന എഴുന്നള്ളിപ്പിനായിട്ട് സമയങ്ങൾ അണിയാനായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ലക്ഷണമൊത്ത ഒരു ആന. കുളി കഴിഞ്ഞ് വരുന്ന വഴിയാണെന്ന് തോന്നുന്നു. രാമന്റെ വരുമ്പം ഒരു മഹാദേവനും പാലോട് മഹാദേവൻ ഞങ്ങളവിടെ പോയി നോക്കിയിട്ടാണ്. അതുകൊണ്ടില്ല അവിടെ ഇത് ഊട്ടോളി രാമൻ.
ഇത് ഏതാനാ? ഇതേതാനാ? മാധവൻ. ഞാനിവിടെ പേര് മാധവനുണ്ണി എന്നാണ്. സാധാരണ ആനയുടെ കഴുത്തിൽ പിച്ചള ഫലകത്തിൽ അവരുടെ പേരുകൾ എഴുതി ഇടാറുണ്ട്. ഇവിടെ ഈ ആനയ്ക്കത് കാണുന്നില്ല. അത് കാരണം പലർക്കും ആന ഏതാണെന്ന് അറിയാത്തൊരു അവസ്ഥയുണ്ട്. മറ്റത് ആമ്പല്ലൂരിലുള്ള ഊട്ടോളി രാമനാണ്. അല്പം കുട്ടിക്കുറുമ്പനാണ് ആൾ. ഇതല്പം കുറുമ്പുള്ള കൂട്ടത്തിലാണ് ആൾ. ഈ ആനയെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിയില്ല. കുറേശ്ശെ ഭക്തജനങ്ങൾ അമ്പലത്തിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയാണ്. ഉച്ച സമയമായതിനാലാവണം ധാരാളം ഭക്തജനങ്ങൾ കാണാനില്ല. ഉച്ച തിരിഞ്ഞതിനോടുകൂടിയിട്ടാണ് ധാരാളം ഭക്തജനങ്ങൾ അമ്പലം സന്ദർശിക്കുന്നതും ദീപാരാധനയും മറ്റും ആ സമയത്താണല്ലോ. ഇപ്പോൾ ആന ചമയുന്ന ഒരു രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം ആഭരണങ്ങളാണ് ആന അണിയുന്നത് അല്ലേ? സാധാരണഗതിയിൽ നമ്മൾ ഉത്സവത്തിന് പോകുമ്പോൾ അണിഞ്ഞൊരുങ്ങിയ ആനയെ കാണും. എന്തൊക്കെയാണ് നമുക്കറിയില്ല. അവിടെ എപ്പോഴാണ് ഓരോരോ ആഭരണങ്ങൾ ആന അണിയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആനയ്ക്കൊരു മാല, കാണാൻ ഭംഗിയുള്ള ഒരു മാല. ഇനി ഇതിന് ശേഷം കഴുത്തിൽ മണികൾ,
കാലിലുമുണ്ട് മണിക്കിലുക്കം. ഇരു കാലിലും മണിക്കിലത്തിന് വേണ്ടിയിട്ട് സാധാരണ നൃത്തത്തിന് കാലിൽ ചങ്ങല അണിയില്ലേ, അതുപോലെ ആനയ്ക്കും മണിച്ചങ്ങല. ആന നടക്കുമ്പോൾ കിലും കിലും എന്നുള്ള ശബ്ദം ഉണ്ടാവാൻ വേണ്ടി. ഊട്ടുള്ളി രാമന് വിശപ്പ് തുടങ്ങിയെന്ന് തോന്നുന്നു. അത് മുതനെ പനമ്പട്ട തിന്നുന്ന ഒരു തിരക്കിലാണ് ഊട്ടുള്ളി രാമൻ. ഊട്ടുള്ളി മഹാദേവൻ. ഇത് ഊട്ടുള്ളി മഹാദേവന. അത് രാമൻ മേടിച്ച് മേടിച്ചു കഴിഞ്ഞു. അതിന് ഊട്ടുള്ളി മഹാദേവനായിട്ട് പോകും. അത് ഊട്ടുള്ളി രാമൻ അല്ലേ? രാമൻ. ഇത് ഊട്ടുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിപ്പോയതാണ്. വാങ്ങിപ്പോയതൊക്കെ വാങ്ങിപ്പോയത് അങ്ങനെയൊക്കെ കൊടുത്തു. അതിനൊക്കെ കൊടുത്തു. പേര് മാത്രമേ ഉള്ളൂ പോലെ. അപ്പൊ ഈ ഞാനിപ്പോ എവിടെയുള്ളത്? കല്ലേറ്റുങ്കര അല്ലേ? അപ്പോൾ ഊട്ടുള്ളി മഹാദേവൻ ഇപ്പോൾ കല്ലേറ്റുങ്കരയിലാണുള്ളത്. ഒരുപാട് കാശുണ്ട്. അല്ല, പക്ഷെ ആന ഇപ്പോഴും ഇല്ലേ ഊട്ടുള്ളിക്ക്? അവിടെ കാണാൻ മറ്റേ ഇതിന്റെ ഭാഗത്തായിട്ട് ഇതല്ല, വേറെ കുട്ടേന്. അതെ അല്ലേ? അപ്പൊ കൊടുത്തു പറഞ്ഞ. അതല്ലേ? ഇതേതാന? ഏതാന്നറിയില്ല. ചില ആൾക്കാർക്ക് ആനകളെ കണ്ടാ പറയാ. അല്ലെങ്കിൽ പിന്നെ നമ്മളെ നെയിം പ്ലേറ്റ് ഇടണം. അതന്നെ, നമുക്ക് കണ്ടല്ലേ അറിയില്ല. നമുക്കൊക്കെ കറുത്താന. അതന്നെ. വൈലൂര് മഹാദേവന പരമേശ്വരനെ കണ്ടറിയും. അതെ, ഒരു കാലിങ്ങനെ ചാറി. ശരി ശരി ശരി, അതായിരുന്നു. ഇത് എപ്പോഴാണ് എഴുന്നേൽപ്പ്? 4 മണി. 4 മണിയില്ല, 3:30 എന്നല്ലേ പറഞ്ഞു? 4 മണിക്ക് പോവില്ല. ഇതൊരു മറ്റൊരു ആന അണിഞ്ഞൊരുങ്ങുന്ന രംഗങ്ങളാണ് കാണുന്നത്. പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ഇത്രയും വലിയൊരു ആനയെ ഒരു ചെറിയ തോട്ടി കൊണ്ടാണ് ആനയുടെ 5-1 പോലുമില്ലാത്ത മനുഷ്യൻ നീന്തിക്കുന്നത്. ആ ചെറിയ തോട്ടി ആനയുടെ കാലിൽ വെച്ചാൽ അവനറിയാം, പിന്നെ അനങ്ങരുത്. പിന്നെ അവൻ നിന്നുകൊണ്ടുള്ള കസർത്തുകൾ കാണിക്കുന്നത് മാത്രം. അതാണ് മനുഷ്യൻ മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യന് കമാൻഡിങ് പവർ കൂടുതലാണ്. ഇരുകാലിയാണെങ്കിലും കമാൻഡിങ് പവർ കൂടുതലാണ്. ആണെങ്കിൽ 4 കാലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷേ ചിലപ്പോഴും അവൻ ഈ കമാൻഡിങ് പവറൊക്കെ ഒന്ന് മറക്കും. അപ്പോഴാണ് പലപ്പോഴും ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അവൻ എന്താ വെച്ചാൽ കുറുമ്പ് കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇനി എല്ലാ സമയങ്ങളും കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവസാനം മിനുക്ക് പണികൾ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ആനകളെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.